അപ്പൊ തുടക്കം നന്നാവും. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ തുടക്കം നന്നായാൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് വളരെ എളുപ്പവും ഈസി ആയിട്ട് മാറും. പൊതുവെ നമ്മുടെ വിവാഹങ്ങളിലൊക്കെ അനിസ്ലാമികമായ പ്രവണതകൾ വളർന്നു വരിക. ഞാൻ ആരെ കുറ്റപ്പെടുത്തല്ല. ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദം എറണാകുളത്തെ പള്ളുരുത്തി സ്കൂളിൽ ആ വിദ്യാർത്ഥി ടി.സി. വാങ്ങി അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ അപ്പോഴും ഒരു 150ഓളം മുസ്ലിം വിദ്യാർത്ഥികൾ ഹിജാബ് ധരിക്കാതെ പഠിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഒരു വിവാദം ഒരു സ്കൂളിലുണ്ടായിരുന്നു. ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു വിവാദം പേരൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ ആ അധ്യാപകൻ നമ്മുടെ നാട്ടിലെ പ്രമുഖനായ ഒരാളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ വീട്ടിലും കാസർഗോഡ് ജില്ലയിലുള്ള പല പ്രമുഖരായ ആളുകളുടെ വീട്ടിലും കല്യാണത്തിന് വന്ന ആളാണ്. കാസർഗോഡ് ജില്ലയിലുള്ള പ്രത്യേകിച്ച് മുതലാളിമാരായ ആളുകളുടെ കല്യാണങ്ങളിൽ ഒരു പെൺകുട്ടിയും തട്ടമിടുന്നത് ഞാൻ കാണാറില്ല, ഹിജാബ് ധരിക്കുന്നത് ഞാൻ കാണാറില്ല. ഒരു സ്കൂളിൽ അധ്യാപകൻ പ്രിൻസിപ്പൽ തട്ടവും ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദം നടന്നപ്പോ ആ പീഠയിലെ ഒരു പ്രമുഖനായ അംഗത്തോട് പറയുന്ന വാക്കാണിത്, നിങ്ങൾ സ്കൂളിൽ മാത്രം ഹിജാബ് ഇടണം എന്താ ഇത്ര നിർബന്ധം? നിങ്ങളുടെ കല്യാണ വീടുകളിലൊന്നും പെൺകുട്ടികൾ ഹിജാബ് ധരിക്കുന്നത് ഞങ്ങൾ കാണാറില്ലല്ലോ. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു ഫാക്റ്റാണ്. നമ്മുടെ വിവാഹവേദികളിൽ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളൊക്കെ തലയിൽ നിന്ന് തട്ടമൂരിയ രീതിയിലാണ് ഇന്ന് നടക്കുന്ന വിവാഹങ്ങളൊക്കെ. നമ്മൾക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. നിസ്സാരം പോലെ നോമ്പ് പോലെ ഒരു പെണ്ണിന് തല മറക്കുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ്. മുഖത്തിന്റെയും മുൻകൈയിന്റെയും വിഷയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അവിടെ കാണാൻ പറ്റൂലേ? പക്ഷെ മുടിയുടെ വിഷയത്തിൽ എവിടെയും അഭിപ്രായ വ്യത്യാസമില്ല. അത് മറക്കണം എന്നാണ് നിർബന്ധം. അത്തരമൊരു സാഹചര്യം നമ്മുടെ വിവാഹ വേദികളിൽ, നമ്മുടെ വിവാഹത്തിന്റെ സദസ്സുകളിലൊക്കെ മുസ്ലിം പെൺകുട്ടികൾ തലമറക്കാതെ വരുന്നു. നമ്മൾ ആണും പെണ്ണും ഇടകലരുന്ന രീതിയിൽ പാട്ടുകള്, നൃത്തങ്ങള്, ഗാനമേളകള് ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നു. അതിനെല്ലാം പുറമെ അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാനുള്ള ശ്രമം നടത്തുന്നു. എന്നിട്ട് നമ്മൾ സ്കൂളിൽ ഹിജാബ് നിരോധിക്കുമ്പോൾ വമ്പൻ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങുന്നു. ഇതിനെയാണ് ഒരു പാരഡോക്സ് എന്ന് പറയാം. ഇത് വിരോധാഭാസമാണ്. അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി സൂക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആണായാലും പെണ്ണായാലും നമ്മുടെ ഐഡന്റിറ്റി ഉണ്ട്. ഒരു ഇസ്ലാം എന്നുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി കീപ്പ് ചെയ്തിട്ട് വേണം മറ്റുള്ള പുരോഗമന വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ. ഏതായാലും ഇന്നത്തെ ഇവിടെ വിവാഹിതരാകാൻ പോകുന്ന രണ്ടാളുകൾക്കും അല്ലാഹു ദാമ്പത്യ ജീവിതം മനോഹരമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.